ദേശീയ പുരസ്കാര ചടങ്ങിനിടെ പരിചയപ്പെട്ട ഒരു മലയാള നടിയെപ്പറ്റി ബോളിവുഡ് താരം അക്ഷയ് കുമാർ പറഞ്ഞ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അക്ഷയ് കുമാർ പരാമർശിച്ച ആ നടി ആരാണെന്ന അന്വേഷണത്തിലായിരുന്നു ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികൾ. ദേശീയ പുരസ്കാര ചടങ്ങിനിടെ അക്ഷയ് കുമാറിന്റെ അടുത്ത് ഒരു വ്യക്തി വന്നിരിക്കുകയും മലയാളം സിനിമയിലെ ഒരു നടിയാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിൽ വളരെയധികം അഭിമാനത്തോടുകൂടിയിരിക്കുന്ന അക്ഷയ് കുമാറിനോട് അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധിക കൂടിയായ നടി ചോദിച്ചു, താങ്കൾ എത്ര സിനിമ ചെയ്തിട്ടുണ്ടെന്ന്. അക്ഷയ് കുമാർ ഒട്ടും അമാദിക്കാതെ തന്നെ 135 എന്ന് മറുപടി പറഞ്ഞു. അക്ഷയ് കുമാറും ഇതേ ചോദ്യം തന്നെ തിരിച്ച് ആ നടിയോട് ചോദിച്ചു. നടി പറഞ്ഞ ആ ഒരു ഉത്തരമാണ് അക്ഷയ് കുമാറിനെ ഏറ്റവും ഞെട്ടിച്ചത്. ഇതെന്റെ ആദ്യ സിനിമയാണെന്നായിരുന്നു നടിയുടെ മറുപടി. ആദ്യ സിനിമയിൽ തന്നെ ദേശീയ പുരസ്കാരം നേടാൻ വന്നിരിക്കുന്ന ആ നടിയോട് 135ാമത്തെ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നേടാൻ വന്നിരിക്കുന്ന അക്ഷയ് കുമാറിന് പ്രത്യേകിച്ചൊന്നും തന്നെ മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം അക്ഷയ് കുമാർ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്ന വീഡിയോയാണ് വൈറലായത്. അതിനുശേഷം നിരവധി പേരാണ് ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയത്. മലയാള നടിമാരടക്കം വീഡിയോയ്ക്ക് കമന്റുമായി എത്തി. ആ മലയാള നടി സുരഭി ലക്ഷ്മി ആണെന്നായിരുന്നു നിരവധി പേരുടെ അഭിപ്രായം. ഒടുവിൽ അത് താനാണെന്ന് വെളിപ്പെടുത്തി സുരഭി തന്നെ 2017 അനുഭവം പങ്കുവച്ച് രംഗത്തു വന്നു. താനുമായുള്ള ആ സംഭാഷണം ഓർത്തിരിക്കുന്നത് തന്നെ തനിക്ക് കിട്ടുന്ന ബഹുമതിയാണെന്നായിരുന്നു സുരഭി പറഞ്ഞത്. മനോജ് രാംസിംഗ് എഴുതി അനിൽ തോമസ് സംവിധാനം ചെയ്ത മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിനാണ് സുരഭിക്ക് ദേശീയ പുരസ്കാരം കിട്ടുന്നത്. ഈ ചിത്രത്തിലാണ് സുരഭി ആദ്യമായി നായികയാവുന്നത്. ചിത്രത്തിൽ സുരഭി അവതരിപ്പിച്ച മധ്യവയസ്കയായ അമ്മയുടെ കഥാപാത്രമാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 47ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശവും 64ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും ഈ ചിത്രത്തിലെ പ്രകടനത്തിലൂടെ സുരഭി ലക്ഷ്മി നേടി. റുസ്തം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അക്ഷയ് കുമാറിനായിരുന്നു അത്തവണത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. മലയാളം ഇൻഡസ്ട്രിക്ക് 2017 ഈ അവാർഡ് സവിശേഷമായിരുന്നു. കാരണം മോളിവുഡിൽ നിന്ന് ഇത്തരമൊരു ബഹുമതി നേടുന്ന 5ാമത്തെ നടിയാണ് സുരഭി. ശാരദ, മോനിഷ, ശോഭന, മീര ജസ്മിൻ എന്നിവരാണ് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മറ്റ് അഭിനേത്രികൾ. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം കണ്ടതിന് ശേഷമാണ് സംവിധായകൻ അനിൽ തോമസ് പ്രതിഭാധനയായ ഈ നടിയെ കണ്ടെത്തിയത്. സുരഭി ലക്ഷ്മി ടെലിവിഷനിലും സിനിമയിലും പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരു നാടക കലാകാരിയായാണ് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്ന നാടകത്തിലെ അഭിനയത്തിന് 2010 കേരള സാഹിത്യ നാടക അക്കാദമിയുടെ മികച്ച നടിക്കുള്ള അവാർഡും അബുദാബി തിയേറ്റർ ഫെസ്റ്റ് മികച്ച നടിക്കുള്ള അവാർഡും നടി നേടിയിട്ടുണ്ട്. മീഡിയ വൺ ചാനലിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന M80 മൂസ എന്ന ഹാസ്യ പരമ്പരയിലെ ഒരു മുഖ്യ കഥാപാത്രമായ പാത്തുമ്മയായിട്ടാണ് ജനപ്രീതി ആർജിക്കുന്നത്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിന് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഓടിച്ച് കോഴിക്കോട്ട് നിന്നും വന്ന സുരഭിയുടെ ചിത്രങ്ങൾ അന്ന് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. സുവർണ തിയേറ്റേഴ്സിന്റെ യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്ന നാടകത്തിലെ അഭിനയത്തിന് 2010 കെ വിനോദ് കുമാർ വള്ളാഞ്ചേരി സംവിധാനം ചെയ്ത ബോംബെ ടെയിലേഴ്സ് എന്ന നാടകത്തിലെ അഭിനയത്തിന് 2016 സുരഭിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ടെലിവിഷൻ താരമാണ് സുരഭി ലക്ഷ്മി. കഥയിലെ രാജകുമാരി എന്ന പരമ്പര താരത്തിന്റെ അഭിനയ ജീവിതത്തിന്റെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് എത്തിയപ്പോൾ മുതൽ വെള്ളിത്തിരയിൽ സുരഭി ലക്ഷ്മിയെ കാണാറുണ്ട്. ഇവൻ മേഘരൂപൻ, അയാളും ഞാനും തമ്മിൽ, വികൃതി തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങളിലൂടെയാണ് ഇവർ കൂടുതൽ അറിയപ്പെടുന്നത്. മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിൽ വളരെ മികച്ച പ്രകടനമാണ് സുരഭി ലക്ഷ്മി കാഴ്ചവെച്ചത്. അതിന്റെ അംഗീകാരമാണ് 2017 ദേശീയ പുരസ്കാരം.